ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉഴുന്ന് ചേർക്കാത്ത നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവൽ നന്നായി കഴുകിയെടുത്തതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. അതിനുശേഷം ആ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ള അവലാണിത്. അപ്പോൾ ഇത് വെള്ള അവലായാലും ബ്രൗൺ അവലായാലും കുഴപ്പമില്ല. പക്ഷെ വെള്ള അവലാണെന്നുണ്ടെങ്കിൽ ഈ വടയ്ക്ക് നല്ല ഒരു വെള്ള കളർ ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകൊന്ന് ചതച്ചെടുത്തത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ അവലെല്ലാം തന്നെ നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം, അതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ അവലെല്ലാം തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് കറക്കി പൊടിച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവലെല്ലാം തന്നെ നന്നായി ഉടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ഞാനിതിലേക്ക് മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. അത് കഴിഞ്ഞ് കയ്യിൽ വെച്ചൊന്ന് ചെറുതായി പരത്തിയിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഓയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് സൈഡെല്ലാം തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് ശരിക്കൊരു വടയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവും വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഓയിൽ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ തിരിച്ചും മറച്ചിട്ടുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല കളറൊക്കെ മാറി ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ വട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം, തണുത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ വടയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.